പ്രൈസ് ദ ലോർഡ്. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമായ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് പടക് വിട്ടിറങ്ങുക, ആ കംഫോർട്ട് സോൺ വിട്ട് ഇറങ്ങുക. മത്തായി എഴുതിയ സുവിശേഷം 14 അധ്യായം 22 വാക്യം മുതൽ 33 വാക്യം വരെ. പത്രോസ് യേശുവിൻ്റെ വരിക എന്ന വാക്കിന്മേൽ പടക് വിട്ടിറങ്ങാൻ ധൈര്യം കാണിച്ചതുകൊണ്ടാണ് വെള്ളത്തിൽ നടക്കാൻ ഇടയായത്. പ്രതികൂലമായ കാറ്റിനെക്കാളിലും തിരമാലകളെക്കാളിലും പത്രോസ് യേശുവിൻ്റെ ആ വാക്കിൽ വിശ്വസിച്ചു. കർത്താവ് നമ്മളിൽ നിന്ന് നമ്മുടെ പ്രാപ്തിയോ നമ്മുടെ കഴിവോ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയോ നമ്മുടെ സാമ്പത്തിക ഭദ്രതയോ ഒന്നുമല്ല ആവശ്യപ്പെടുന്നത്. പക്ഷേ വിശ്വാസത്താലുള്ള ഓരോ ചുവടുകളാണ്. നമുക്ക് നമ്മൾ കേട്ട ദൂതുകളിന്മേൽ, നമ്മൾ കേട്ട വചനത്തിന്മേൽ വിശ്വാസത്തോടെ ചുവടുകൾ വയ്ക്കുന്നവരാകാം. എന്നാൽ അത് എപ്പോഴും സുഖകരമായ ഒരു അനുഭവം ആയിരിക്കണം എന്നില്ല. ഇനി എന്ത് എന്നുള്ള ആശങ്ക, ഭയം എല്ലാം തോന്നിയേക്കാം. പക്ഷേ ഏത് അവസ്ഥയിലും ഏത് സാഹചര്യത്തിലും സാഹചര്യത്തിൻ്റെ തീവ്രതയോ അവസ്ഥയുടെ കാഠിന്യമോ ഒന്നും നോക്കാതെ വാക്കു പറഞ്ഞ കർത്താവിൻ്റെ കണ്ണിലേക്ക് നോക്കി മുമ്പോട്ട് ചുവടുകൾ വയ്ക്കാം. എല്ലാം തികഞ്ഞ അവസ്ഥയിൽ നിൽക്കുന്നതല്ല വിശ്വാസം. ഒന്നും കാണാത്തപ്പോഴും നാഥ, നിന്റെ വാക്കുകൾക്ക് മുമ്പിൽ ഞാൻ ഇറങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ചുവട് വയ്ക്കുന്നതാണ് വിശ്വാസം. ദൈവത്തിൻ്റെ വിളിക്ക്, ആഹ്വാനത്തിന് മുന്നിൽ തിരകളും കാറ്റും ശാന്തമാകുന്നതുവരെ, അവസ്ഥകളും സാഹചര്യങ്ങളും അനുകൂലമാകുന്നതുവരെ കാത്തിരിക്കരുത്. ആ വിളി കേൾക്കുമ്പോൾ, ആ ആഹ്വാനം കേൾക്കുമ്പോൾ വിശ്വാസത്തോടെ പടക് വിട്ട്, ആ കംഫർട്ട് സോൺ വിട്ട് പുറത്തിറങ്ങാം. ഓരോ ചുവടുകൾ, ആ വിളിയിലേക്ക് ഓരോ ചുവടുകൾ വയ്ക്കാം. ദൈവം നിങ്ങളേവരെയും അധികമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ആമേൻ.